നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനിക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പോൾ ധനിക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 4-ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. മൊത്തത്തിൽ 5-ാം ഭാവത്തിൽ സൂര്യനൊക്കെ നിൽക്കുന്നത് കാരണമുണ്ട് മാനസിക ടെൻഷനും, വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ വ്യാഴാണ്. 5-ാം ഭാവാധിപതിയും കൂടി 7-ലാണ് നിൽക്കുന്നത്. 5-7 ഭാവാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നവരെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനുള്ള യോഗം, പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. നല്ല ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് ഇതുവരെ ദൈവാധീനം 6-ൽ നിന്നിരുന്ന വ്യാഴാണ് 7-ാം ഭാവത്തിലേക്ക് വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഭാഗ്യാധിപതി 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതുകൂടാതെ കണ്ട് തന്നെ ഉത്സാഹശൗര്യ ധനസാഹസ്വാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയ് നിർബോലവശം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് രുചകായോഗം ചെയ്തിട്ട് ചൊവ്വ 4-ൽ നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും, വീട്ടിലേക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സ്പീഡോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, സാഹസ പ്രവർത്തിയിലൂടെ പോലും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ഇഷ്ടസ്ഥാനത്താണ്, സഹായസ്ഥാനത്താണ് ലഗ്നാധിപതി നിൽക്കുന്ന മീനൻ രാശിയിൽ. അത് ജലജല ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കടൽ കടന്നു പോകാൻ, വിദേശത്ത് പോകാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ മാനസികമായിട്ട് 5-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന കാരണം മാനസികമായിട്ടുള്ള ടെൻഷൻ കുറച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ചെറിയ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. ശത്രുസ്ഥാനത്ത് ബാധകാധിപതിയായിട്ടുള്ള ബന്ധോ കാര്യങ്ങളൊന്നും ഇല്ല, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ല. എന്നാൽ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത്. അഷ്ടമാധിപതിയായിട്ടാണ് സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് മാനസിക ടെൻഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പ്രധാനമായിട്ടും ദോഷമായിട്ടുള്ളത്. അതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമഃശിവായ ജപിക്കുക. അതൊരു 108 തവണ കൂടുതൽ ജപിക്കണം, ദൈവാധീനമൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പാപയോഗം 2-ാം ഭാവത്തിലുള്ളത് കാരണം കൊണ്ട് പൈസ ഇപ്പോൾ കയ്യിൽ ഉള്ളെങ്കിൽ പോലും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുക, നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പോലും പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. വിവാഹം നടക്കാൻ യോഗമുണ്ട്. അനുകൂലമായിരിക്കുന്ന എല്ലാ ഗുണഫലങ്ങൾക്കും യോഗമുണ്ട്. ദൈവാധീനമുണ്ട്. ഗുരുശുക്ര യോഗമുള്ളത് കാരണം കൊണ്ട് ദിവ്യതാരോ മഹാധനീന, ദാമ്പത്യ സുഖം അനുഭവിക്കാനും നല്ല ഭാര്യാഗുണം അനുഭവിക്കാനും സാധിക്കും. ധനാഭിവൃദ്ധി ഉണ്ടാകും, മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകും. അപ്പോൾ പൊതുവേ ഏറ്റവും നല്ല കൂടുതലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ജൂൺ മാസത്തിൽ ഈ ഉത്രാട നക്ഷത്രക്കാരുടെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ 2-ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ കേതുവാണ്, നടുവേദന പോലുള്ള രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകവും നെയ്വിളക്കും ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.